എൻ്റെ വീഡിയോ ആണ്. നല്ല സുഹൃത്തുക്കൾക്ക് പറയാം. നമസ്കാരം, ഞാൻ മിനിച്ച് തോമസ്. ഇപ്പം ഞാൻ നിൽക്കുന്നത് ന്യൂ സൗത്ത് വെയിൽസിലാണ്. അതായത് ബ്രിസ്ബണിൻ്റെയും ന്യൂ സൗത്ത് വെയിൽസിൻ്റെയും അതായത് ക്യൂൻസ്ലാൻഡിൻ്റെ ബോർഡറിലാണ്. ഇവിടുന്ന് ബ്രിസ്ബൺ ഏകദേശം ഒരു 80 കിലോമീറ്റർ. അപ്പോൾ അതിൻ്റെ തൊട്ട് നടുക്ക് ട്രോപ്പിക്കൽ ഫ്രൂട്ട് വേൾഡ് എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ ട്രോപ്പിക്കലായിട്ടുള്ള എല്ലാ ഫ്രൂട്ടുകളും ഇവിടെ കിട്ടും. നമ്മുടെ സുഹൃത്ത് നമ്മുടെ മേബിൾ സജസ്റ്റ് ചെയ്തതാണ്. ഇവിടെ ഇഷ്ടം പോലെ മലയാളികൾ വന്നു പോയ ഒരു സ്ഥലമാണ്. ഓഷോയുള്ള ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്കെല്ലാം ഇതറിയാം. പക്ഷേ നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു സംഭവമായിരുന്നു. ഏതായാലും നമുക്ക് കുറച്ച് ട്രോപ്പിക്കൽ ഫ്രൂട്ടിൻ്റെ കുറച്ച് മനോഹരമായ ദൃശ്യങ്ങൾ നമുക്ക് പകർത്താം. ഇതിൻ്റെ വേറൊരു പ്രത്യേകത, അവിടെ ബ്രിസ്ബണിൽ 1 മണിക്കൂർ പുറകോട്ട്, ഇവിടെ 1 മണിക്കൂർ മുമ്പോട്ട്. ഇവിടെ 11:30, അവിടെ 10:30. അതാണ് വ്യത്യാസം. വെറും 10 കിലോമീറ്റർ മാത്രം. അപ്പോൾ ട്രോപ്പിക്കൽ ഫുഡ് വേളിലേക്ക് എല്ലാവർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം. ഇത് അവക്കാഡോ ട്രീ ഉണ്ടോ? അവക്കാഡോ ഇഷ്ടം പോലെ അവക്കാഡോ. ഇത് നല്ല കിടുവായിട്ട് നല്ല കിടു അവക്കാഡോസ് ഇതേണ്ട അവിടെ ഇത്തലെല്ലാം ഉണ്ട്. അതുകൊണ്ട് ഇഷ്ടംപോലെ ട്രോപ്പിക്കൽ ഫ്രൂട്ടിൻ്റെ ഒരു സ്വർഗ്ഗമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതുകൊണ്ട് ഇഷ്ടം പോലെ അവക്കാഡോ ട്രീയുടെയാണ്. അപ്പോൾ ഏതായാലും നമുക്ക് കൂടുതൽ വിവരങ്ങൾ അകത്തോട്ട് കയറിയിട്ട് വരിക. ഉറപ്പാണോ? വരികയല്ലേ? ഓക്കെ, ട്യൂഷനിലോട്ട് താമസം മാറുന്ന അമ്മി. പപ്പ പറയാം നമുക്ക് പറിച്ചോണ്ടോ. ഞാൻ പറഞ്ഞ പൈസ കൊടുത്തിട്ട് വേണേ കൊണ്ടോ. അടിപൊളിയായിരുന്നല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അതെ അതെ. പപ്പായ നമ്മളെ കപ്പളങ്ങ. പപ്പായ നമ്മുടെ ഇവിടെ കപ്പളങ്ങ, പത്തനംതിട്ടയൊക്കെ ഓമയ്ക്ക. പിന്നെ ഇത് ഈ ആപ്പിളിന്റെ സൈസ് ആണല്ലേ? അങ്ങനെ പല വെറൈറ്റി ഉണ്ടല്ലേ? ഓക്കെ ഓക്കെ. ഇഷ്ടം പോലെ കപ്പളങ്ങ ഉണ്ട് എന്ന് വേണ്ട. അവക്കാഡോ, കപ്പളങ്ങ എല്ലാം ഉണ്ട്. ഇഷ്ടംപോലെ ഉണ്ട്. നമുക്കെല്ലാം ഫ്രണ്ടിലോട്ട് പോലെയോ? അവിടെ നമ്മുടെ ടൂർ തുടങ്ങുന്നത്. അങ്ങോട്ട് പോവാം. ചക്ക ഇരിക്കുന്നുണ്ടോ? ജാക്ക് ഫ്രൂട്ട് 5 രൂപ കിലോയ്ക്കല്ലേ? വേവിക്കാനുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. കാരണം ഇവിടം വരെ ക്യൂൻസ്ലാൻഡിൽ വന്നിട്ട് ചക്ക കഴിച്ചില്ല. ക്യൂൻസ്ലാൻഡിൽ വന്നിട്ട് ചക്ക കഴിച്ചില്ലേ? ഇതുകൊണ്ട് ഇഷ്ടം പോലെ ട്രോപ്പിക്കൽ ഫ്രൂട്ട്. നമ്മുടെ ഇത് കണ്ടോ? അതെ, കസ്റ്റാർഡ് ആപ്പിൾ, അതായത് നമ്മുടെ ആത്തക്കായ എന്ന് വേണ്ട ഈ സൈഡ് മുഴുവൻ ഇതുപോണക്കുള്ള ഫ്രൂട്ട്സാണ്. ഇത് കണ്ടോ? ഇത് ഇഷേ ഫ്രൂട്ട്സ് അങ്ങനെ ഉണ്ട്. നല്ല മണമുണ്ടല്ലേ? നമ്മുടെ നാട്ടിലെ ഒരു മാർക്കറ്റിൽ ചെല്ലുന്ന ഒരു മണമല്ലേ അമ്മി? മാങ്കോ എത്ര സ്വന്തം മാങ്കോ അല്ലേ? അതെ അതെ. ആ ചെറുത് കറി വെക്കാൻ പറ്റിയ സാധനം. പൈനാപ്പിൾ ഉണ്ടല്ലേ? അല്ല, ചുണ്ട്. ഇവിടുന്ന് ആ വാഴ നിന്നൊക്കെ കൊടുത്ത ചുണ്ടാണ്. ചുണ്ട്. പപ്പായൻ അവിടെ വട്ടം ഇടുന്നത് അവിടെ നിന്നല്ല മേടിക്കണം. വിലയുണ്ടാവും. ജിജോ അവിടെ എന്നൊക്കെ ഉണ്ട്? പേരയുണ്ട്, നമ്മുടെ മുരിങ്ങയ്ക്ക ഉണ്ടല്ലോ. എല്ലാത്തിനും ഉണ്ട് തൈ. അടിപൊളിയല്ലേ? ഇപ്പം ചൂടെത്രയാണ്? 30. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഗാർഡൻ പാത്ത് ഫ്രൂട്ട് ടേസ്റ്റിങ് 200 മീറ്റർ. നമുക്ക് അവിടെ നിന്ന് പല ഫ്രൂട്ട്സുകൾ ടേസ്റ്റ് ചെയ്യാം. ഏതായാലും നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ടുള്ള ഫ്രൂട്ടുകളെല്ലാം തന്നെയാണ്. ഏതായാലും നമുക്ക് ഒന്നുകൂടെ അങ്ങോട്ട് പോയി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇഷേ പേര കഴിക്കുന്നുണ്ടോ? ഇതേണ്ടത് ഇഷ്ടംപോലെ പേര. ഇത് കണ്ടോ? പേരയ്ക്ക, ചെറിയ പേരയ്ക്ക ഇഷ്ടംപോലെ ഉണ്ട്. വേണ്ട ചെറിയ പേരയ്ക്ക, നല്ല ടേസ്റ്റുള്ള സാധനം. നമ്മുടെ ജിയോടെ വീട്ടിൽ നിൽക്കുന്ന സാധനമില്ലേ? അതുപോലെ കൊള്ളാം. ഇത്രയും നല്ല ടേസ്റ്റ്. പേരയ്ക്ക ഇഷ്ടംപോലെ ഉണ്ട്. ടേസ്റ്റ് നോക്കി പറഞ്ഞാൽ അത് പഴുത്തൊന്ന് കാണിച്ചേ. അത് പഴുത്തല്ലേ? ശരി, അടിപൊളി സാധനം. എങ്ങനെ ടേസ്റ്റ്? മഞ്ഞ കളറാകാം. അല്ല, ടേസ്റ്റ് എങ്ങനെ ഉണ്ട്? ഉണ്ടല്ലേ? കറ്റാർ വാഴ താഴെ മുഖത്തൊക്കെ ഇടാൻ പറ്റി. നമ്മുടെ വീട്ടിൽ ഒരെണ്ണം നിൽപ്പുണ്ട്. ഓർക്കുന്നത് നിങ്ങളുടെ എവിടെ ഒരെണ്ണം നിൽപ്പുണ്ടോ അല്ലേ? കറ്റാർ വാഴയുടെ വലിയ സംഭവങ്ങളാണ് നിൽക്കുന്നത്. അവിടെ വാഴ പല തരത്തിലുള്ള ട്രോപ്പിക്കൽ. ഇവിടെ വിൽക്കുന്ന മുഴുവൻ ഇവിടുത്തെയാണ്. ഇവിടെ നമ്മൾ ആ ഫ്രൂട്ട് വാലി കണ്ടില്ലേ? ആ ഷോപ്പിൽ ഇവിടെ നിന്ന് പറിക്കുന്നത് മുഴുവൻ ഇതുള്ള. ഇവിടെയാണ് നമുക്ക് ഫ്രൂട്ട് ടേസ്റ്റ് ചെയ്യുന്നത്. നമ്മളിതെല്ലാം ടേസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ ഇവരിവിടെ നമ്മുടെ ഇംഗ്ലീഷുകാരൊന്നും അങ്ങനെയുള്ള ട്രോപ്പിക്കൽ ഫ്രൂട്ടും ടേസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അതിന് വേണ്ടി ഇവിടെ ഒരു ടേസ്റ്റിംഗ് ഉണ്ട്. ഏതായാലും നമുക്ക് ടേസ്റ്റ് ചെയ്യാം കേട്ടോ. ഈ പേരയിൽ ഇഷ്ടംപോലെ പേരയ്ക്ക കിടപ്പുണ്ട്. ആർക്കും വേണ്ട, നല്ല പഴം. പക്ഷെ പറിക്കാൻ അനുവദീയമല്ല. നമുക്ക് വേണമെങ്കിൽ മേടിക്കാം അപ്പുറത്തൊന്നുണ്ടോ. ഇവിടെയാണ് നമ്മുടെ ഫ്രൂട്ട് ടേസ്റ്റിംഗ് സ്ഥലം. ഇഷ്ടംപോലെ ഫ്രൂട്ട്സ് അവിടെ വെച്ചിട്ടുണ്ട്. ചെറിയ പുള്ളിക്കാരി ഉണ്ടോ? പുള്ളിക്കാരി I'm going to talk to you for a few minutes about the place where we grow all of these beautiful fruits. നമ്മുടെ ഫ്രൂട്ട് ടേസ്റ്റിംഗ് ഇവിടെ നിന്നാണ്. ഇവിടുന്ന് ഇഷ്ടംപോലെ ഹണി എല്ലാം ലോക്കൽ പ്രൊഡ്യൂസ് സാധനമുണ്ട്. മമ്മി ഇത് ഇഷ്ടംപോലെ ഉണ്ടല്ലോ. എന്നാ സംഭവം? നമ്മുടെ ചക്കയെല്ലാം ഉണ്ടല്ലേ? ചക്കപ്പഴം എല്ലാം ഉണ്ട്. നമ്മുടെ നാട്ടിൽ ഇതെല്ലാം തിന്നുകൊണ്ടിരുന്ന സാധനങ്ങളാണ്. ആത്തച്ചക്ക, മറ്റേ പാഷൻ ഫ്രൂട്ട്, നമ്മുടെ കപ്പളങ്ങ, കൈതച്ചക്ക, ചക്ക, എല്ലാ സംഭവങ്ങളും ഉണ്ട്. കിടു ചക്കപ്പഴം നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ അയ്യോ? കിടുക നല്ല ഒരു മഴക്കോളുണ്ടല്ലോ അയ്യോ, നല്ല മണം. ഓസ്ട്രേലിയ വന്നിട്ട് നമ്മൾ KFC പോയിട്ട് ഇപ്പോഴാണ് ചക്കപ്പഴം കഴിക്കുന്നത് അല്ലേ? നമ്മൾ പിന്നെ അവിടെ നിന്ന് മേടിച്ചില്ല.
ഭയങ്കര ഇഷ്ടം, ഭയങ്കര ഇഷ്ടം. ഇതെന്നാ സാധനം? റോസാപ്പൂ എന്ന പേര്. നീ കഴിച്ചിട്ടുണ്ടോ നേരത്തെ? ഇല്ല, ആദ്യമായിട്ട് കഴിക്കുക. പക്ഷെ ചെറിയൊരു പുളിയും ഇതെല്ലാം കൂടി വേറൊരു ടേസ്റ്റാണ്. അതിനല്ലേ ഭയങ്കര ടേസ്റ്റാണ്. പക്ഷേ ചെറിയ നമ്മുടെ നാട്ടിൽ ഇതെല്ലാം നമ്മൾ ടേസ്റ്റ് കൊണ്ടിരുന്ന സാധനങ്ങളാണ്. അതിൻ്റെ പേരെന്നാണ് മറന്നുപോയി. അതെന്താണ് ആ സാധനം ഇങ്ങോട്ട് അടുത്ത് കാണിച്ച്? എനിക്ക് അറിയാവുന്ന ഒരാളും പറ. ഇതാണ് സാധനം. മധുരം എങ്ങനെ? എൻ്റെ ഇതെന്നാ ആപ്പിളാണോ? അപ്പോൾ അതേ നമ്മുടെ ട്രാക്ടർ ടൂർ ഇവിടെ തുടങ്ങുകയാണ്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. നമ്മുടെ ആൾക്കാരെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് ചെറിയൊരു മഴക്കോളും ഉണ്ട്. എനിക്കൊന്നും വലിയൊരു കുഴപ്പമുണ്ടെന്ന് തോന്നുന്നില്ല. ഏതായാലും നമുക്ക് കൂടുതൽ ട്രോപ്പിക്കൽ ഫ്രൂട്ടിൻ്റെ വിശേഷങ്ങൾ. ഈ കാണുന്ന മുഴുവൻ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഐറ്റംസ് ആണ്. ഡ്രാഗൺ ഫ്രൂട്ട് കണ്ടില്ലേ? നമ്മുടെ ഈ ഫ്രൂട്ട് വേൾഡ് വരുമ്പോഴത്തേക്ക് നമുക്ക് ടിക്കറ്റ് വേണമെങ്കിൽ ഓൺലൈൻ ബുക്ക് ചെയ്യാം, അതല്ലെങ്കിൽ നേരിട്ട് വന്നെടുക്കാം. പക്ഷേ ഓൺലൈൻ ബുക്ക് ചെയ്യുന്നതാണ് ഇപ്പോഴും നല്ലത്. അത് കഴിഞ്ഞ് നമുക്ക് ഇതിനകത്തൊരു ട്രാക്ടർ, നമ്മുടെ ഈ ഫ്രൂട്ട് ടേസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഈ ട്രാക്ടറിൽ നമ്മളെ ഇവരുടെ ഫ്രൂട്ട് ഫാമിൻ്റെ അകത്തൂടെ കൊണ്ടുപോയി എല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കും. പിന്നെ താഴെ ഒരു റിവർ ക്രൂസ് ഉണ്ട്. അത് പിള്ളേർക്കൊക്കെ വളരെ എൻജോയ് ചെയ്യും. അത് കഴിഞ്ഞ് തിരിച്ച് നമ്മളെ എവിടെ നിന്നാണ് കയറി അവിടെ കൊണ്ട് അവരെ ഇറക്കുകയും ചെയ്യും. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. താഴെ ഇഷ്ടംപോലെ ബനാന ഉണ്ട്, ഏത്തവാഴ. അത് എന്നെ വാഴ നമ്മളവിടെ കിട്ടുന്നതാണല്ലോ. സാധാരണ ഏത്തവാഴ, സാധാരണ റോബസ്റ്റ വാഴ അല്ലേ? ഓക്കെ, ഇഷ്ടം പോലെ. ഓക്കെ, ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഈ സൈഡിലെല്ലാം ഇഷ്ടം പോലെ ഇത് നിൽപ്പുണ്ട്. വാഴക്കൊല ഇങ്ങനെ പൊതിഞ്ഞ് കയറ്റി വെച്ചേക്കാം. നമ്മൾ അതിന് ഇടയിൽ കൂടെ നമുക്ക് നടക്കാൻ അനുമതിയുമല്ല, അല്ലെങ്കിൽ അടുത്ത് പോയി കാണാമായിരുന്നു. നല്ല കിടു മഴയെന്ന് വെച്ചാൽ കിടും ഇത്രയും നേരം തെളിഞ്ഞ് നിന്നിട്ട് ഒറ്റ മഴ പെയ്ത്. ഈ ട്രോപ്പിക്കൽ ഫോറസ്റ്റിലൊക്കെ പെയ്യല്ല, റെയിൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല കിടു മഴ. ഇതല്ല, ഭയങ്കര മഴ പെയ്തുകൊണ്ടിരിക്കുക. നമ്മളെ ഇതിൻ്റെ ടൂർ നടത്തിക്കൊണ്ടിരിക്കുക. മാവ് അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും, ഫ്രൂട്ട്സ്, എല്ലാ ഐറ്റംസും നമ്മളാ ഫ്രണ്ടിലത്തെ കടയിൽ കണ്ടില്ല, ആ ഐറ്റംസ് എല്ലാം ഇവിടെ ഉണ്ട്. വാഴയൊക്കെ കെട്ടിയിട്ടേക്കുന്നത് നമ്മുടെ നാട്ടിലെ ഈ കെട്ടിയിട്ടേക്കുന്ന കണക്ക് വാഴത്തോപ്പുകളാണ്. ഇഷ്ടം പോലെ പഴം ഇവിടെ ഉണ്ട്. പഴം നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിർത്തി നമുക്ക് പഴം തിന്നുകയും ചെയ്യാം. നമുക്കിവിടെ നിർത്തി പഴം തിന്നാം കേട്ടോ. ഇവിടെ പഴം നമുക്ക് ഫ്രീ ആയിട്ട് വെച്ചേക്കുന്നുണ്ട്. നമുക്ക് അവിടെ പോയി പഴം തിന്നാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇടയ്ക്ക് നമുക്കിവിടെ പഴക്കൊല കെട്ടി തൂക്കിയിട്ടുണ്ട്, കണ്ടില്ലേ? പഴക്കൊല. ആ പഴം നമുക്ക് വേണമെങ്കിൽ ഇഷ്ടം പോലെ എടുക്കാം. നമ്മുടെ ഈ ടൂറിനകത്ത് നിങ്ങളോട് ജിജോ പഴം കിടു പഴം കേട്ടോ, എടുത്തോ. ചെറുപഴം ഉണ്ടോ? ചെറുപഴം അത് പൊക്കി കാണിച്ചോ. എങ്ങനത്തെ സാധനം? നല്ല പഴമല്ലേ? എല്ലാം നല്ല വരിക്കച്ചക്കയുണ്ടോ? ബനാനയുടെ തൊട്ടപ്പുറത്ത് നല്ല വലിയ വരിക്കച്ചക്ക. അത് കൂടെ കണ്ടിട്ട് വരിക്കാൻ തോന്നുന്നത്, അതും കിടപ്പുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് എല്ലാവരും ഇങ്ങനെ വന്ന് ഭക്ഷണം ഇത് കഴിച്ചുകൊണ്ടിരിക്കും. ബനാന ഇവിടെ ഇടയ്ക്ക് ഒരു സ്റ്റോപ്പ് ഓവറാണ്. അപ്പം നമുക്കത് ബനാനായും അങ്ങനെയുള്ള കുറച്ച് മക്കഡാമിയ നട്ട്സ് അതെല്ലാം അവിടെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനിടയിൽ നിന്ന് കഴിക്കുകയും ചെയ്യാം. എന്നിട്ട് ഇങ്ങനെയാണ് ഓരോന്ന് കെട്ടിയിട്ടേക്കുന്നത് കേട്ടോ. വാഴക്കൊല ഇങ്ങനെ. ഇത് മുഴുവൻ വാഴയാണ്. ഇത് നല്ല വാഴകളാണ്. മുകളിലോട്ട് നോക്കി ഇഷ്ടംപോലെ ഇതിനിടയിൽ കൂടെ നമുക്ക് നടക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അടിപൊളിയായിരുന്നു. കൊണ്ട് ഇങ്ങനെ കൂട്ടത്തോടെയാണ് ഇവർ വെച്ചേക്കുന്നത്. നമ്മുടെ അവിടെ നമ്മുടെ അവിടെ ഈ ഒറ്റയായിട്ടല്ലേ വെച്ചേക്കുന്നത്. ഇവിടെ വാഴ നിൽക്കുന്നല്ലേ? കാറ്റ് പിടിക്കുകയല്ല, അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ കൂട്ടത്തോടെ വെച്ച്. ആർക്കെങ്കിലും അറിയാൻ കമന്റ് ചെയ്യും എന്തുകൊണ്ടാണ് ഇങ്ങനെ കൂട്ടത്തോടെ വെച്ചേക്കുന്നുണ്ടല്ലേ? അതിന് ആ കാണുന്ന തേനീച്ചേനെ വളർത്തുകയാണ് അവിടെ. പഴയൊരു ഒരു വണ്ടി അവിടെ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് തേനീച്ച, ഇഷ്ടം പോലെ തേനീച്ച. ഈ ഹണി നമുക്ക് അവിടെ മേടിക്കാൻ കിട്ടും. ഫ്രണ്ടിൽ അവിടെ ആ ഹണി മേടിക്കാൻ കിട്ടും. തേനീച്ചേനെ ഒരുമിച്ച് അവർ വളർത്തുന്നുണ്ടല്ലേ? എല്ലാം അടുത്തടുത്തായിരിക്കും. നമ്മുടെ നാട്ടിലൊക്കെ ഞാൻ ഇച്ചിരി മാറി ഇരിക്കുന്ന കിടക്കുന്നത്, പക്ഷേ ഇവിടെ എല്ലാം ഒന്നിച്ചായിരിക്കുന്നത്. ഈ ട്രോപ്പിക്കൽ ഫ്രൂട്ട് ഫാമിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മനോഹരം എന്ന് പറഞ്ഞാൽ ഈ ട്രാക്ടറിലാണ് നമ്മൾ ഇതിൻ്റെ ഇടയിൽ കൂടെ കൊണ്ട് നടക്കുന്നത്. പക്ഷേ നമുക്ക് അതിനകത്തോട്ട് പ്രവേശനമൊന്നുമില്ല. കാരണം ഈ നമ്മൾ പല സ്ഥലത്തു നിന്ന് വരുന്നതുകൊണ്ട് പല ഡിസീസൊക്കെ ചിലപ്പം കയറി പിടിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവർ നമ്മൾ അതിനകത്തൂടെ ടൂർ അനുവദിക്കില്ല. പക്ഷേ ഓരോ പോയിന്റിലും ചില പഴം നമ്മൾ വേണ്ടില്ല, പഴം ഇതൊക്കെ സാധനം വെച്ചിട്ടുണ്ട്, അത് കഴിക്കാം. പിന്നെ നല്ല മഴ ആയതുകൊണ്ട് പിള്ളേരും പപ്പായെന്ന് ഞാനതിരിക്കുകയാണ്. ഞാനതിൽ ഇച്ചിരി മുമ്പോട്ട് പോയി നോക്കാം. നമ്മുടെ ക്യാമറയും മഴയ്ക്ക് അനുയോജ്യമുള്ള ക്യാമറ അല്ല, അതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റില്ല. ഏതായാലും നല്ല കിടു മഴയാണ്, നല്ല കിടു സ്ഥലമാണ്. ഇതുവഴി വരുന്നവരെ ഇതൊന്ന് കൊണ്ട് കാണണം. ട്രോപ്പിക്കൽ ഫ്രൂട്ട് ഗാർഡൻ അല്ലെങ്കിൽ ട്രോപ്പിക്കൽ ഫ്രൂട്ട് വേൾഡ് ന്യൂ സൗത്ത് വെയിൽസിൻ്റെയും ക്വീൻസ്ലാൻഡിൻ്റെയും ഇടയ്ക്കാണ്. ഇവിടുന്ന് ക്വീൻസ്ലാൻഡ് 10 കിലോമീറ്റർ അപ്പുറം 1 മണിക്കൂർ പുറകിൽ, ഇപ്പം 1 മണിക്കൂർ മുമ്പിൽ. ഇങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? ഇപ്പം നമ്മൾ ആ ടൂർ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ താഴെ ജസ്റ്റ് ഒരു പാർക്ക് അങ്ങനെ ഇഷ്ടംപോലെ കാങ്കറൂസ്, പിന്നെ ഈ നമ്മുടെ നാട്ടിലെ ആട്, ചെമ്മരിയാട്, അതിനൊക്കെ ഫീഡ് ചെയ്യാൻ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര രസമായിരിക്കും. കുറച്ച് അമ്മമാർ ഇവിടെ നിൽപ്പുണ്ട്. കാങ്കറൂസ് ഈസ്റ്റേൺ ഗ്രേ ഇവിടെ കുറേ നിൽപ്പുണ്ട്. അപ്പുറത്തെല്ലാം കുറച്ച് കാങ്കറൂസ് നിൽപ്പുണ്ട്. അത് കഴിഞ്ഞാൽ ഇനി അടുത്തത് ഇവിടുന്ന് ഒരു ബോട്ട് റൈഡാണ്. അതിനുള്ള വെയിറ്റിങ്ങിലാണ്. നമ്മളെ നാട്ടിൽ ഈ വാഴ ഇങ്ങനെ കുഴിച്ച് വെക്കുമ്പോഴേ ഈ ഓരോന്നായിട്ടാണ് വെക്കുന്നത്. ഇവരെല്ലാവരും കൂട്ടത്തോടെയാണ് വെക്കുന്നത്. അതിനാ സംഭവം. അവിടുന്ന് പൊട്ടിപ്പഴുന്ന മുളയ്ക്കുന്ന. പക്ഷെ അവർ പിരിക്കുന്നില്ല അവിടുന്ന്.
പിന്നെ പിരിച്ചു മാറ്റി വെക്കും. അല്ല ഇവര് പക്ഷെ പിരിക്കുന്നില്ല. എന്നാന്നറിയോ അപ്പം പിരിക്കാത്തതിനാ ചോദിച്ചാൽ ഈ കൊല വരുന്നതിന് കാറ്റടിക്കുന്നതാണ്. ഈ കൊലയ്ക്ക് ആക്കം കിട്ടാനും മറ്റേ ഇത് വെട്ടിക്കളഞ്ഞാൽ കൂടുതൽ തീറ്റ അതിന് വലിച്ചെടുക്കാമല്ലോ, ആഹാരം വലിച്ചെടുക്കാമല്ലോ. നമ്മൾ പക്ഷെ ഓരോന്നോരോന്ന് പിരിച്ചു വെക്കും അല്ലേ? അതാണ് എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പം നാട്ടിലിപ്പോൾ ഒരു മുഴിയിൽ 2-3 ഏത്തവാഴയൊക്കെ വെക്കുന്നവരുണ്ട്. ഉണ്ട്. അല്ല ഇവിടെ ഞാൻ ഇവിടെ പ്രത്യേകത കണ്ടേക്കാൻ എങ്ങനെ സംഭവം. ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ വൈൽഡ് ലൈഫ് ബോട്ട് ക്രൂസാണ് ഇവിടുന്ന്. നമ്മൾ ബോട്ട് ഇതുവഴി നമ്മൾ ചെറിയൊരു ബോട്ടയിൽ ഈ തടാകത്തിൽ കൂടി ഇങ്ങനെ കുറേ അവർ കൊണ്ടുപോകുന്നതാണ് പറഞ്ഞത്. അതൊരു രസമായിരിക്കും. നമ്മൾ നാട്ടിൽ കൂടെ ഒക്കെ പോകുന്നൊരു പ്രതീതി ഉണ്ടല്ലേ. ഈ ബോട്ടിലാണ് ഇനി നമ്മൾ ഈ ചെറിയ തോട്ടിനകത്തൂടെ ഇടത്തുണ്ടെന്നൊക്കെ വേണമെങ്കിൽ പറയാം നമ്മൾ പോകേണ്ടത്. ഇത്തരം കുറേ പേർക്ക് ഇരിക്കാം, നല്ല രസമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ നാട്ടിലെ ഈ കുട്ടനാട്ടിൻ കായലോരങ്ങളിൽ കൂടെയൊക്കെ ഇടത്തൊണ്ടി കൂടെ നമ്മളിങ്ങനെ ചെറിയ ബോട്ടേ പോയി എന്ന് പറഞ്ഞുള്ളൊരു സംഭവം. ബോട്ടേ കയറി നമ്മൾ ഇതുണ്ട്. പക്ഷേ നമ്മുടെ തേക്കടിയിലൊക്കെ നമ്മൾ ഇടുമല്ലോ ഈ ലൈഫ് ജാക്കറ്റ്, അതില്ല. പക്ഷേ സംഭവം മോളിൽ വെച്ചിട്ടുണ്ട്. എല്ലാവർക്കുള്ള ലൈഫ് ജാക്കറ്റ് ഇഷ്ടംപോലെ മോളിലുണ്ട്. പക്ഷേ നമ്മൾ ഇടിക്കുന്നൊന്നുമില്ല. പുള്ളിക്കാരിയാണ് നമ്മുടെ ബോട്ട് റൈഡ് ചെയ്യുന്നതാണ്. കണ്ടോ പുള്ളിക്കാരി ഇതെല്ലാം ഉണ്ട്. നമ്മുടെ നാട്ടിലെ ഈ ഇടത്തൊണ്ടി കൂടെ ഒക്കെ നമ്മളിങ്ങനെ പോകല്ലേ, അതേ രീതിയിലുള്ളൊരു അനുഭവമാണ്. തൊട്ടിപ്പുറം വലിയ മരങ്ങൾ, അതായത് നമ്മുടെ ജെയിൻ ട്രോപ്പിക്കൽ ആയിട്ടുള്ള വളരുന്ന മരങ്ങൾ, നമ്മുടെ നാട്ടിൽ വളരുന്ന അതുപോലുള്ള മരങ്ങൾ തന്നെ. ഇടയ്ക്ക് പന കാണാം, തെങ്ങ് കാണാം. അപ്പോൾ ചെറിയൊരു തോടും. അങ്ങനെ നമ്മളിത് ഇവിടെ ഒരു ഐലൻഡ് വന്നു. നമ്മുടെ ബോട്ടിൻ്റെ ഏകദേശം കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഈ ഐലൻഡിൽ ഒരു 10-15 മിനിറ്റ് വേണമെങ്കിൽ സ്പെൻഡ് ചെയ്യാം. പിള്ളേർക്ക് കളിക്കാനുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ലെമൺ ടീ അവിടെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് കുടിക്കാം. ഒരു റിഫ്രഷ്മെൻറ്റ് എന്നുള്ള നിലയിൽ കുഴപ്പമില്ല. ചെറിയൊരു ബോട്ട് റൈഡ് ഇഷ്ടപ്പെടുന്നുണ്ട്. വെൽക്കം ടു ദ ഐലൻഡ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ ലേഡീസാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ലെമൺ ടീ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തേക്കുന്നത്. ഇത് ഇവിടെ പിള്ളേർക്ക് കളിക്കാനുള്ള ചില പ്ലേ ഗ്രൗണ്ട് കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് ചെറിയ ഐലൻഡ് ഫ്രീ. അത് നമ്മൾ പൈസ കൊടുത്തതിനകത്തല്ലോ. അപ്പോൾ ലെമൺ ടീ ഒക്കെ കുടിക്കാം. ലെമൺ ടീ ആണല്ലേ, മണമുണ്ടല്ലേ? ഓക്കെ. ലെമൺ എന്നാ ഓക്കെ മേർട്ടിൽ, ലെമൺ മേർട്ടിൽ. ഭയങ്കര നല്ല രസമുണ്ട്, നല്ല മണമുണ്ടായിരുന്നു. നല്ല വെതറാണ് ഇപ്പോൾ. 28-29 ചെറിയൊരു മഴ കഴിഞ്ഞു. ഇതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത പോലെ. പെട്ടെന്ന് മഴയൊക്കെ പെയ്യും. ഈ ട്രോപ്പിക്കലാണല്ലോ ഈ സൈഡ് മുഴുവൻ. പിന്നെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന അതേ രീതി ഇഷ്ടം പോലെ നല്ലൊരു ആക്ടിവിറ്റീസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അടിപൊളി. ഇനിയിപ്പോൾ നമ്മുടെ ട്രാക്ടർ ഇവിടെ വരും. നമ്മളെ കൊണ്ടുവന്ന ടൂർ നടത്തില്ലേ, അതേ കയറി തിരിച്ച് നമ്മളെ മുകളിലോട്ട് പോകും. പിന്നെ എന്തെങ്കിലും മുകളിൽ ചെന്ന് ഫ്രൂട്ട്സ് വല്ലതും വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കുകയും ചെയ്യാം. അത് ഈ ഗാർഡനിൽ ഉണ്ടാക്കുന്ന ഫ്രൂട്ട്സാണ് എല്ലാം. ഇഷ്ടംപോലെ ചക്ക. ഇവിടെ ചക്ക ഉണ്ട്. ഇതുണ്ട് നമ്മുടെ വലിയ ചക്ക. നമ്മുടെ നാട്ടിലെ അതേ വലിയ ചക്ക കിടപ്പുണ്ട്. നല്ല വരിക്കാന്ന് തോന്നുന്നു. വരിക്ക തേൻ വരിക്കയാണോ അല്ലയോ എന്ന് എനിക്കറിയാൻ പറ്റില്ല. ഏതായാലും വരിക്കച്ചക്കയാണ്. നിലത്ത് 1 കിടപ്പുണ്ട്. പിന്നെ അവിടെ കുറേ പക്ഷികളുണ്ട്. പിന്നെ മാവും തോട്ടം അവിടെ ഉണ്ട്. ഇവിടുത്തെ മാവും തോട്ടം ഇതെല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. ഈ ചെറിയൊരു ഫ്രൂട്ടിൻ്റെ ചെറിയൊരു ഫാമിനകത്ത് ഇവർ അത് മാർക്കറ്റ് ചെയ്യുന്ന രീതിയാണ്. ഈ ഫ്രൂട്ട് സെല്ല് ചെയ്യുന്നുള്ളതല്ല. ഇവിടെ വരുന്ന ആൾക്കാർ വലിയ സംഭവങ്ങളൊന്നുമില്ല. പക്ഷേ അവർ ഇതിൻ്റെ ഇടയിൽ കൂടെ കൊണ്ട് നടത്തി നമ്മളെ ഈ ബോട്ടയെ കൊണ്ട് കയറ്റി ഇവിടെ കൊണ്ടിറക്കി പിള്ളേർക്ക് കളിക്കുന്ന കാര്യങ്ങളൊക്കെ നല്ല പൈസ മേടിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പക്ഷേ ഇതൊക്കെയാണ് ഇവർ മാർക്കറ്റ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം. അതായത് ചെറിയൊരു ഫാം, അതിനകത്തൂടെ ഇവർ ബിസിനസ് ചെയ്യുന്ന ലക്ഷങ്ങൾ സമ്പാദിക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഈ ക്യൂൻസ്ലാൻഡ് ഇങ്ങോട്ട് ബ്രിസ്ബണൊക്കെ വരുന്നവർ ഇവിടെ വരാതെ പോവുകയില്ല. എന്നതൊരു ഫേമസ് സംഭവം അത്. അപ്പോൾ എങ്ങനെയാണ് ടൂർ എങ്ങനെയാണ്? അടിപൊളിയാണല്ലേ? അവർ ഈ ചെറിയ സംഭവം വെച്ച് ഇത്രയും ബിസിനസ് കാശുണ്ടാക്കുന്നത്. പ്രൈവറ്റ് വാറിന് എന്തുമാത്രം കാശാ അല്ലേ? അടിപൊളിയല്ലേ? നമുക്ക് ഫ്രൂട്ട്സ് എന്തായാലും മേടിക്കണം. ചക്ക പോയി നോക്കാം അല്ലേ? ബാ. നമ്മുടെ 2 സുഹൃത്തുക്കൾ നമ്മളിവിടെ കണ്ടെത്തി. പേര് സന്ദീപ്, അഞ്ജലി. അപ്പോൾ നിങ്ങളിവിടെ ഗോൾഡ് കോസ്റ്റ് താമസിക്കുന്നത് അല്ലേ? എത്ര നാളാണ് ഇവിടെ വന്നിട്ട്? ഇവിടെ വന്നിട്ട് ഏകദേശം ഇപ്പോൾ ഒരു 2 വർഷം. 2 വർഷം അല്ലേ? ഓക്കെ. അപ്പം എങ്ങനെ നേരത്തെ എവിടെ നിന്നാണ് വന്നേ? നേരത്തെ ഞങ്ങൾ തൂമ്പയിലായിരുന്നു ഒരു 6 മാസം. അവിടെ നിന്ന് കേട്ടോ. അതിപ്പോൾ അടുത്തുള്ള സ്ഥലമല്ലേ? ഓക്കെ. 2 മണിക്കൂർ അല്ലേ? ഓക്കെ. ഏതായാലും നിങ്ങൾ എവിടെ വെച്ച് പരിചയപ്പെടാൻ സാധിക്കും. വളരെ സന്തോഷം കേട്ടോ. അപ്പോൾ കാണാമെന്ന്. ഓക്കെ, താങ്ക് യു. പപ്പ കുറേ നേരം ഈ ചക്ക വട്ടമിട്ട് നോക്കിയിട്ട് വല്ല രക്ഷയുണ്ടോ? പപ്പ അങ്ങോട്ട് പോയപ്പോൾ ഞെക്കി നോക്കി, ഇങ്ങോട്ട് വന്നപ്പോൾ ഞെക്കി നോക്കി. അതും പഴുത്തു അല്ലേ? ഇത് പഴുപ്പ് കയറിയോ? നമുക്ക് ജിജോ നോക്കുന്ന വേവിക്കാനായിട്ടാണോ? എന്ത് ജിജോ, വേവിക്കാനാണോ നോക്കുന്നത്? ആണോ? അങ്ങനെയാണെങ്കിൽ പച്ച മേടിച്ചാലോ? പച്ച നോക്കാം അല്ലേ? ഇഷ്ടം പോലെ. പെർ കിലോ $5 പപ്പാ. വേറെ ഫ്രൂട്ട്സ് വല്ലതും മേടിക്കുന്നുണ്ടോ? ആത്തക്ക, കസ്റ്റർഡ് ആപ്പിള് സംഭവമില്ല.
നിങ്ങൾ ഇവിടെ ചക്ക മേടിക്കാൻ വന്നാണ് അവിടുന്ന് ഇവിടം വരെ? ഞങ്ങൾ ജസ്റ്റ് ആദ്യമായിട്ട് ഇങ്ങോട്ട് വന്നു. ആ ഓക്കെ. ഇത്ര അടുത്തുണ്ടായിട്ട് ഇപ്പോഴാണ് വരുന്നത്? ഞങ്ങളായിട്ട് അങ്ങൂന്ന് പോവാൻ നമ്മളെ ബൈരൻബൈ പോയി പിന്നെ ലെനോക്സ് ആയിട്ട് അങ്ങനെ ഓരോ സ്ഥലം കറങ്ങി വരിക അല്ലേ? വാങ്ങിക്കണം. എന്നാ ഇതാണ് വാങ്ങിക്കുന്നത്? ഇതല്ലേ ആത്തേനാ? അത്തച്ചക്ക അടിപൊളി അത്തച്ചക്ക ഉണ്ട്. നമ്മുടെ നാട്ടിലെ കപ്പളങ്ങ, പപ്പയ എന്ന് വേണ്ട എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. ഇവിടെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ചെടിയും മേടിച്ചോണ്ടോ, അതായത് നമുക്ക് നഴ്സറി ഉണ്ട്, നഴ്സറിയിൽ നിന്ന് നമുക്ക് മേടിച്ചോണ്ടോ. ഇത് നമുക്ക് ഇത് ചക്കപ്പഴം വെച്ചേക്കുന്നുണ്ട്. സോറി, ഇതുണ്ട് ചക്കപ്പഴം വെച്ചേക്കുന്നുണ്ട്. ചക്കപ്പഴം, ചെറിയ ചക്കപ്പഴം. അതിന് $5 ഈച്ചാണ് പറഞ്ഞത്. ഇഷ്ടംപോലെ ചക്കച്ചുള ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ചക്കച്ചുള $5 ചക്കച്ചുള കേട്ടോ. അപ്പോൾ ഒരു പേരത്തൈ വാങ്ങിച്ചല്ലേ? പേരത്തൈ 2 ആത്ത്. ഇതിനി നമുക്ക് അവിടെ നിന്ന് പറിക്കാമല്ലോ, എവിടെയെങ്കിലും ഒരിടത്ത് വെച്ചാൽ മതിയല്ലോ. അതെ. അങ്ങനെ ഞങ്ങളുടെ ടൂറൊക്കെ കഴിഞ്ഞു. അടിപൊളിയായിരുന്നു അല്ലേ? അടിപൊളിയായിരുന്നു. നമ്മൾ ജിജോ എന്നാ പേര വാങ്ങിച്ച് പപ്പാഴയിൽ എന്നാ ഇരിക്കുന്നത് 2 ആത്തക്ക വാങ്ങിച്ച് ഒരു ഓർമ്മയ്ക്ക്. ചക്ക നോക്കിയിട്ട് നല്ല വിലയുണ്ട്, പക്ഷേ പഴുത്തതാണ്. നമുക്ക് വേവിക്കാനാണ് വേണ്ടത് അല്ലേ? വേറെ കിട്ടും. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നോക്കിയിട്ട് അത് ഇച്ചിരി പഴുത്ത് പോയി. അതുകൊണ്ട് വേറെ മാർക്കറ്റ് ഇവിടെ ഉണ്ടെന്ന് നമ്മുടെ മേവിൾ പറഞ്ഞായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് മേടിക്കണം. അപ്പോൾ ഇത് കണ്ടില്ല, ഇവിടെ നിന്നുള്ള ഒരു ഫീൽഡ് കണ്ടില്ല, അത് നമ്മുടെ ഷുഗർ കെയിൻ, അത് കരിമ്പ് അവിടെ നിൽപ്പുണ്ട്. പക്ഷേ ആ മഞ്ഞ വ്യൂ ആണ്, നല്ല അന്യ വ്യൂ ആണ്. പിന്നെ സൂര്യനൊക്കെ ഇങ്ങനെ ഉദിക്കുന്നവ കാണാമെന്ന് ഇവിടെ പറഞ്ഞു. നല്ല മനോഹരമായ റൂട്ടുകളാണ് കണ്ടില്ലേ. ഈ നിൽക്കുന്ന മുഴുവൻ പ്ലാവാണ് ഈ മുഴുക്കുന്നത്. നല്ല വീടുകളെത്തി അവിടുത്തെ വ്യൂ, വാലി വ്യൂ ഒക്കെ 1.5 വ്യൂ ആണ് കേട്ടോ. പൊളിയല്ലേ, താഴെ ഹൈവേ ഇങ്ങനെ പോകുന്നതൊക്കെ നമുക്ക് കാണാം. പക്ഷേ അടിപൊളി പേരക്കല്ലേ? ഒരെണ്ണം കഴിച്ചു. അടിപൊളിയല്ലേ? സൂപ്പർ. നല്ല കിടു പേര, നല്ല കിടു പേരക്ക. നമ്മളെ ചെറുതാണ് കഴിച്ചു, പക്ഷേ ഇത് വലുതാണ്. ആ ട്രോപ്പിക്കൽ ഫ്രൂട്ട് വേൾഡ് കണ്ടിട്ട് നമ്മളെ മനോഹരമായ ഒരു കരിമ്പിൻ പാടത്തിൻ്റെ തൊട്ട് സൈഡിൽ വന്നിരുന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുകയാണ്. രാവിലെ ഞങ്ങൾ ചിക്കനും ചോറൊക്കെ ഉണ്ടാക്കിയായിരുന്നു. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വന്ന സ്ഥലത്ത് ഇതുണ്ട് ഇത് ഇവിടെ എഴുതി വെച്ചേക്കുന്നുണ്ട്, അതായത് ഡു നോട്ട് ഡംപ് ആനിമൽസ്. ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പൂവങ്കോഴിനെ കൊണ്ടുവന്ന ആൾക്കാർ ഇവിടെ കളയുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ നമ്മുടെ നാട്ടിലെ പോകണമെങ്കിൽ കൊല്ലുമൊന്നുമില്ല ആൾക്കാർ. അപ്പോൾ ഇംഗ്ലീഷുകാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിവിടെ കൊണ്ടുവന്ന് ഈ വനമായിരുന്നു തൊട്ടപ്പോൾ അവിടെ അങ്ങ് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടില്ല, ഇവരുടെ ഈ റെയിൻ ഫോറസ്റ്റ് ആണ്. അപ്പോൾ സ്നെയിലും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിനെ ഈ കോഴി കൊത്തി തിന്നും. അപ്പോൾ ഈ റെയിൻ ഫോറസ്റ്റിൻ്റെ ഇക്കോസിസ്റ്റത്തെയൊക്കെ അത് ത്രട്ടൺ ചെയ്യും, അതായത് അതിനെയൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഡംപ് ചെയ്യുന്നവർക്ക് $11,000 ഫൈൻ ഇവർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ. ഇവിടെ എവിടെയെങ്കിലും ക്യാമറ ഒന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല, പക്ഷേ എങ്കിലും. അപ്പോൾ നേരത്തെ ഇവിടെ ഡംപ് ചെയ്യുമായിരുന്നു കേട്ടോ. ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അതായത് നമ്മുടെ ഈ ഫ്രൂട്ട് വേൾഡ്, നമ്മുടെ ഇതിൻ്റെ ക്യൂൻസ്ലാൻഡിൻ്റെയും ന്യൂ സൗത്ത് വെയിൽസിൻ്റെയും ബോർഡറിലുള്ള ആ ഫ്രൂട്ട് വേൾഡിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടംപോലെ ഫ്രൂട്ട്സ്, ട്രോപ്പിക്കൽ ഫ്രൂട്ട്സ് അങ്ങനെ കാര്യങ്ങളൊക്കെ നമുക്കവിടെ വാങ്ങിക്കാം. നല്ലൊരു ഫാം ടൂറ്, പിന്നെ അതിനകത്ത് തന്നെ ഒരു ബോട്ട് റൈഡ്, എല്ലാം അതിമനോഹരമായിരുന്നു. അപ്പം ഇനിയും അടുത്ത തുടർന്നുള്ള ക്യൂൻസ്ലാൻഡ് വീഡിയോ കാണും വരെ, അല്ലെങ്കിൽ ബ്രിസ്ബൻ വീഡിയോ കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.